പ്രകാശത്തിൻ്റെ വേഗത എങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സംശയമാണ്. അതെങ്ങനെ കണ്ടുപിടിച്ചു? നമുക്ക് പരിശോധിക്കാം. സൺ ഫോർമുല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകാശത്തിൻ്റെ വേഗത സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. മുൻകാലങ്ങളിൽ ധരിച്ചിരുന്നത് പ്രകാശത്തിന് സഞ്ചരിക്കാൻ സമയം വേണ്ട എന്നായിരുന്നു. ഗലീലിയോ ആയിരുന്നു പ്രകാശത്തിൻ്റെ വേഗത അളക്കാൻ ആദ്യമായി ശ്രമം നടത്തിയത്. 2 കുന്നിൻ മുകളിൽ നടത്തിയ പരീക്ഷണം പരാജയപ്പെട്ടു. അതിനുശേഷം 1676 ഒലെ റോമർ എന്ന ശാസ്ത്രജ്ഞൻ ആണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ സമയം ആവശ്യമാണെന്ന് കണ്ടുപിടിച്ചത്. അതിനുശേഷം 1849 ഫിസെയു എന്ന ശാസ്ത്രജ്ഞൻ പ്രകാശത്തിൻ്റെ വേഗത 3,15,000 km/s ആണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം 1869 ഫൊക്കാൾട്ട് എന്ന ശാസ്ത്രജ്ഞൻ 2,90,000 km/s ആണെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം മൈക്കിൾസൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഏറ്റവും ആക്യുറേറ്റായ അളവ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ അതിനായുള്ള പരീക്ഷണമാണ് മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെൻറ്റ്. അദ്ദേഹം 8 മുഖങ്ങളുള്ള കണ്ണാടി ഉപയോഗിച്ചുള്ള പരീക്ഷണമാണ് മൈക്കിൾസൺ മോർലെ എക്സ്പെരിമെൻറ്റ്. ഇതിലൂടെ അദ്ദേഹം പ്രകാശത്തിൻ്റെ വേഗത 2,99,796 km/s ആണെന്ന് കണ്ടുപിടിച്ചു. വെറും 4 കിലോമീറ്ററിൻ്റെ വ്യത്യാസം. പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളും പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയുമാണ് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കാര്യം കൂടി, SSLC +2 ഡിഗ്രി പാസ്സായ വനിതകൾക്ക് NCTE അംഗീകാരത്തോടെ സ്റ്റഡ് കൗൺസിലിൻ്റെ കീഴിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സിന് ചേരാം. മിതമായ നിരക്കിൽ നിങ്ങൾക്കും ഒരു പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ആകാനുള്ള അവസരം പ്രയോജനപ്പെടുത്തും. വേദിത എഡ്യൂക്കേഷൻ സെൻറ്റർ, അത്താണിക്കൽ. 2024-2025 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.